മൂന്നാം ക്ലാസ്സിലെ എല്ലാ കൊച്ചു കുട്ടികൾക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മഴത്തുള്ളി പിണക്കം എന്ന പാഠഭാഗത്തിലെ മൈനയ്ക്കൊരു കത്ത് എന്നൊരു ചെറിയ ഭാഗം നോക്കാം. ഒരു കത്ത് രൂപത്തിലുള്ളൊരു പാഠമാണ് ഇത്. തീവണ്ടി യാത്രയ്ക്കിടെ മൈന എന്ന ഒരു കുട്ടി ഒരു ബിസ്ക്കറ്റ് കവർ വലിച്ചെറിയുന്നു. ഈ കവർ ചെന്ന് വീണത് ഒരു തോട്ടിലാണ്. ആ കവറിൽ ഒരു പരൽമീൻ കുടുങ്ങുന്നു. അപ്പോൾ അതിന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. അപ്പോൾ അത് അതിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത് നിന്ന് അതിന് വേർപിരിയേണ്ടി വന്നു. അപ്പോൾ ആ ബിസ്ക്കറ്റ് കവറ് മൈനയ്ക്ക് എഴുതിയ ഒരു കത്താണ് ഈ പാഠഭാഗം. അപ്പോൾ ഈ മിഠായിയും ബിസ്ക്കറ്റും ഒക്കെ കഴിച്ചിട്ട് ഈ കവറൊക്കെ വലിച്ചെറിയും കുറേ കുട്ടികളും കുറേ മുതിർന്ന ആളുകളൊക്കെ അല്ലേ. അത് അങ്ങനെയൊന്നും ചെയ്യരുത് എന്നൊരു ആശയമാണ് ഈ പാഠഭാഗത്ത് പഠിക്കുവാനുള്ളത്. മൈനയ്ക്കൊരു കത്ത് വായിക്കാം. പ്രിയപ്പെട്ട മൈനയ്ക്ക്, നിനക്കെന്നെ അറിയില്ലേ? ഇന്നലെ ട്രെയിനിൽ വെച്ച് നമ്മൾ പരിചയപ്പെട്ടതാണല്ലോ. അച്ഛൻ നിനക്ക് വാങ്ങിത്തന്ന ബിസ്ക്കറ്റിൻ്റെ കവറാണ് ഞാൻ. ബിസ്ക്കറ്റ് തിന്നു കഴിഞ്ഞ് നീ എന്നെ പുറത്തേക്ക് എറിഞ്ഞില്ലേ? കാറ്റിൽ പാറി നടക്കുമ്പോൾ എനിക്ക് ആദ്യം സന്തോഷമാണ് തോന്നിയത്. പക്ഷേ ഞാൻ ചെന്ന് വീണത് റെയിൽപാളത്തിന് അരികിലുള്ള ഒരു തോട്ടിലാണ്. വെള്ളത്തിൽ ഞാൻ കുറെ ദൂരം രസിച്ചു നീന്തി. അതിനിടയ്ക്ക് തോട്ടിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഒരു മുളങ്കമ്പ് എന്നെ തടഞ്ഞു നിർത്തി. ഒറ്റപ്പെട്ടു പോയ എന്നെ മുളങ്കമ്പ് തൊട്ട് തലോടി. അപ്പോഴെനിക്ക് വലിയ ആശ്വാസം തോന്നി. നീ എനിക്കകത്ത് ബാക്കി വെച്ച ബിസ്ക്കറ്റ് തുണ്ടുകൾ ഞാൻ കുഞ്ഞു പരലിൽ കൊടുത്തു. അത് തിന്നു കഴിഞ്ഞപ്പോഴേക്കും ഒഴുക്കിൽപ്പെട്ട് ചുളുങ്ങിപ്പോയ എൻ്റെ വയറ്റിൽ അവൾ കുടുങ്ങിപ്പോയിരുന്നു. മുളങ്കമ്പിൽ കുടുങ്ങിയ ഞാൻ അവളെ എങ്ങനെ രക്ഷിക്കാനാണ്? ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയെങ്കിലും എന്നെപ്പോലെയുള്ളവരെ നീ വഴിയിലേക്ക് വലിച്ചെറിയരുതേ. ഞങ്ങളെ കഴുകി സൂക്ഷിച്ചു വെച്ച് ഹരിതകർമ്മ സേനാംഗങ്ങൾ വരുമ്പോൾ അവർക്ക് നൽകൂ. അവർ ഞങ്ങളെ ഉപകാരമുള്ള മറ്റെന്തെങ്കിലും ആക്കി മാറ്റും. നീ എന്നെ വലിച്ചെറിഞ്ഞത് കൊണ്ട് ഞാൻ മാത്രമല്ല, പരൽമീനും അച്ഛനമ്മമാരിൽ നിന്ന് ഒറ്റപ്പെട്ട് സങ്കടത്തിലായി. ഇനിയെങ്കിലും ഞങ്ങളെപ്പോലെയുള്ളവരെ പുറത്തേക്ക് എറിയാതിരിക്കണേ. നിങ്ങളുടെ മണ്ണും വെള്ളവും ചുറ്റുമുള്ള ജീവികളും നശിച്ചു പോകാതിരിക്കട്ടെ. നിനക്ക് നന്മകൾ നേരുന്നു. സ്നേഹത്തോടെ, ബിസ്ക്കറ്റ് കവർ. അപ്പോൾ എന്താണ് കൂട്ടുകാർക്ക് ഈ പാഠഭാഗത്ത് നിന്ന് മനസ്സിലായത്? ബിസ്ക്കറ്റിൻ്റെ കവറും ലോലിപോപ്പും മിഠായിയുടെ കവറും ഇതൊന്നും നമ്മൾ പുറത്തേക്ക് അല്ലെങ്കിൽ നമ്മുടെ പരിസരത്തൊക്കെയോ ചുറ്റുപാടുകളിലേക്കോ ഒന്നും വലിച്ചെറിയരുത് അല്ലേ. ഈ പാവം ഒരു പരൽമീൻ ഈ ബിസ്ക്കറ്റ് കവറിൽ കുടുങ്ങിപ്പോയി അതിൻ്റെ അച്ഛനമ്മമാരിൽ നിന്ന് വേർപെട്ടു അല്ലേ. അപ്പോൾ നമ്മൾ അങ്ങനെ ഒന്നും ചെയ്യരുത്. നമ്മൾ ഇങ്ങനെ മാലിന്യങ്ങളൊക്കെ വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ അതൊരുപാട് വിപത്തുകളാണ് വരുത്തി വയ്ക്കുന്നത്. നമ്മുടെ മണ്ണും വെള്ളവും ചുറ്റുമുള്ള ജീവികളുമൊക്കെ നശിച്ചു പോകാതെ നോക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ഇനി നമുക്ക് ഈ പാഠഭാഗത്തിലെ ചോദ്യം നോക്കാം. ബിസ്ക്കറ്റ് കവറിനും പരൽമീനിനും മാത്രമാണോ ഇത്തരത്തിൽ ദുരിതമനുഭവിക്കേണ്ടി വരിക? മറ്റൊരു ജീവിയോ വസ്തുവോ എഴുതാനിടയുള്ള കത്ത് തയ്യാറാക്കൂ. അപ്പോൾ ഈ കത്ത് എഴുതിയത് ഒരു ബിസ്ക്കറ്റ് കവറാണല്ലേ. അപ്പം വേറൊരു ജീവിയോ അല്ലെങ്കിൽ വസ്തുവോ എഴുതാനിടയുള്ള ഒരു കത്ത് നിങ്ങൾ തയ്യാറാക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഉദാഹരണമായിട്ട് ഒരു ആട് ഒരു കത്ത് എഴുതുന്നതായിട്ട് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഒരു ആട് ഈ ആടിനെ നോക്കുന്ന ഒരു കുട്ടിക്ക് എഴുതുകയാണ്. പ്രിയപ്പെട്ട മാളു, നീയാണല്ലോ എന്നെ നോക്കിക്കൊണ്ടിരുന്നത് ഇത്രയും ദിവസം. നീ സുഖമില്ലാത്ത ആശുപത്രിയിലാണല്ലോ. അപ്പോൾ ചേച്ചിയാണ് എന്നെ നോക്കിയത്. എന്നെ പുല്ല് തിന്നുവാൻ കൊണ്ടുപോയപ്പോൾ അവിടെ കുറേ കവറുകളൊക്കെ കിടപ്പുണ്ടായിരുന്നു. എനിക്കറിയില്ലായിരുന്നു. അത് എല്ലാം ഞാൻ തിന്നു. ഇതൊക്കെ തിന്ന സാധനമാണെന്ന് വെച്ചാണ് ഞാൻ ഇരുന്നത്. പക്ഷേ അതെല്ലാം പ്ലാസ്റ്റിക് ആയിരുന്നു എന്ന് പിന്നീടാണ് മനസ്സിലായത്. എനിക്ക് വൈകുന്നേരമായപ്പോഴേക്കും വയറുവേദന തുടങ്ങി. അമ്മ പിന്നെ എന്നെ കൊണ്ടുപോയി മൃഗാശുപത്രിയിൽ കൊണ്ടുപോയി. അപ്പോൾ ഡോക്ടറാണ് പറഞ്ഞത് എന്താണ് തിന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ അമ്മ പറഞ്ഞു, ഇങ്ങനെ പറമ്പിൽ അഴിച്ചു വിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ കവറൊക്കെ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ആയിരിക്കാം തിന്നത് എന്ന് അമ്മ പറഞ്ഞു. ഡോക്ടർ അങ്ങനെ എന്നെ നോക്കി എനിക്ക് ശസ്ത്രക്രിയ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ശസ്ത്രക്രിയ ചെയ്തു. അപ്പോൾ ഞാൻ തിന്ന പ്ലാസ്റ്റിക്കൊക്കെ പുറത്തേക്ക് എടുത്തു. അങ്ങനെ ഡോക്ടർ അതെല്ലാം കാണിച്ചു തന്നു. അപ്പോൾ ഇതുപോലെയുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ വലിച്ചെറിയരുത്. ഞങ്ങളെപ്പോലുള്ള ജീവികൾക്കും ഈ ഭൂമിയിൽ ജീവിക്കണം. ഇതെല്ലാം നീയൊന്ന് നിൻ്റെ കൂട്ടുകാരോടും ചുറ്റുപാടുമുള്ള ആളുകളോടും ഒന്ന് പറയണം എന്ന് പ്രിയപ്പെട്ട നിൻ്റെ ചുന്ദരിയാട്.
അടുത്ത ചോദ്യം, പ്ലാസ്റ്റിക്കിന് പുറമെ ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്തെല്ലാം ശേഖരിക്കും? എന്തൊക്കെയാണ് അവർ പ്ലാസ്റ്റിക്കിന് പുറമെ ശേഖരിക്കുന്നത്? ഒരു വീട്ടിൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന എല്ലാ വസ്തുക്കളും തന്നെ അവർ ശേഖരിക്കും. ബാഗ്, ചെരുപ്പ്, കുപ്പിച്ചില്ല്, ബൾബ്, ട്യൂബ്, അങ്ങനെ ഒരുപാട് ഇലക്ട്രോണിക് മാലിന്യങ്ങളും അല്ലാത്ത മരുന്നുകൾ, അത് ബാക്കി വന്ന കുപ്പികൾ, അങ്ങനെയുള്ള സാധനങ്ങളും അവർ ശേഖരിക്കും. പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ കവറുകൾ അവർ ശേഖരിക്കും. മിഠായിയുടെയും പാലിൻ്റെയും എല്ലാം കവറുകൾ ശേഖരിക്കും. പിന്നെ വീട്ടിലെന്തെങ്കിലും ആഘോഷങ്ങളൊക്കെ നടക്കുമ്പോൾ ഉണ്ടാകുന്ന പേപ്പർ ഗ്ലാസുകൾ, പേപ്പർ പ്ലേറ്റുകൾ, ഇതെല്ലാം അവർ ശേഖരിക്കും. അടുത്ത ചോദ്യം, ഹരിതകർമ്മ സേനാംഗങ്ങളെ സ്കൂളിലേക്ക് ക്ഷണിക്കൂ, അവരോട് എന്തൊക്കെ ചോദിച്ചറിയാം. അപ്പോൾ ഹരിതകർമ്മ സേനയിലെ അംഗങ്ങളെ സ്കൂളിലേക്ക് ക്ഷണിച്ചിട്ട് അവരോട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാം. എന്തൊക്കെ ചോദിക്കാം? മാലിന്യങ്ങൾ ശേഖരിക്കുന്ന കാര്യം അല്ലേ? എവിടെ നിന്നാണ് മാലിന്യങ്ങൾ ശേഖരിക്കുന്നതെന്ന് ചോദിക്കുക. എവിടെ നിന്നൊക്കെയാണ്? പിന്നെ ഈ മാലിന്യങ്ങളൊക്കെ എങ്ങനെയാണ് നശിപ്പിക്കുന്നത്? നശിപ്പിക്കാൻ പറ്റുന്നതും അല്ലാത്തതുമായ മാലിന്യങ്ങളെ എങ്ങനെയാണ് വേർതിരിക്കുന്നത്? ഈ മാലിന്യങ്ങളൊക്കെ സ്വീകരിക്കുമ്പോൾ എത്ര രൂപയാണ് ഫീസായിട്ട് ഈടാക്കുന്നത്? അപ്പോൾ ഇതെല്ലാം സുരക്ഷിതമായി എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? വീട്ടുകാരും നാട്ടുകാരുമൊക്കെ നിങ്ങളുടെ ഈ നല്ല പ്രവൃത്തിയോട്, ഈ സേവനത്തോട് എങ്ങനെയാണ് പ്രതികരിക്കാറുള്ളത്? ഇതെല്ലാം അവരോട് ചോദിക്കണം. അപ്പോൾ കൂട്ടുകാരെല്ലാവരും നമ്മുടെ ഭൂമിയെയും നമ്മുടെ ചുറ്റുപാടിനെയും എല്ലാം വൃത്തിയായി സൂക്ഷിക്കുക. ഇനി നമുക്ക് അടുത്ത പാഠവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം.